അങ്ങനെ 2023-24 സീസണിലെ യൂറോപ്പ ലീഗ് കിരീടം അറ്റ്ലാന്റ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ ബയർ ലെവർകൂസനെ 3-0 തകർത്താണ് അറ്റ്ലാന്റ ഈ നേട്ടം സ്വന്തമാക്കിയത്. വെൽക്കം ടു ബലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 1963 ശേഷം ആദ്യമായിട്ടാണ് അറ്റ്ലാന്റ ഒരു യൂറോപ്യൻ ടൈറ്റിൽ സ്വന്തമാക്കുന്നത്. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അറ്റ്ലാന്റയുടെ സൈഡിൽ നമ്മൾ കണ്ടത്. അവരുടെ കോച്ചിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഗാസ്പെരിനി 30 വർഷത്തോളം കോച്ചിങ് കരിയറിലുണ്ട്. 6 ഡിഫറെന്റ് ടീമുകളെ മാനേജറായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ യൂറോപ്യൻ ടൈറ്റിലാണ് ഈ ഒരു വിജയം എന്ന് പറയേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ ബയർ ലെവർകൂസന് കഴിഞ്ഞില്ല. ഇപ്പൊ ബുണ്ടേഴ്സ് ലീഗയിലെ അൺബീറ്റൺ ആയിട്ടുള്ള റണ്ണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല മത്സരങ്ങളിലും അവസാന നിമിഷം കംബാക്ക് ചെയ്താണ് ബയർ ലെവർകൂസൻ ജയിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു മാജിക് കൊണ്ടുവരാൻ ലെവർകൂസന് കഴിഞ്ഞില്ല. 10ഓളം ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ 3 ഷോട്ടുകൾ മാത്രമേ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. എടുത്തു പറയേണ്ടത് ഇപ്പൊ ഫ്ലോറിയൻ വിറ്റ്സ് ആയാലും ആദിലെ ആയാലും വേണ്ട രീതിയിലുള്ള ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ ഇന്ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അറ്റ്ലാന്റയുടെ സൈഡിൽ നിന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസുമായി ലുക്മാൻ രംഗത്തെത്തി. പുള്ളി ഫസ്റ്റ് ഹാഫിൽ 2 ഗോള്, സെക്കൻഡ് ഹാഫിൽ 1 ഗോള്, അങ്ങനെ കരിയറിലെ ബെസ്റ്റ് ഹാട്രിക്കോടെ ലുക്മാന്റെ പെർഫോമൻസ് അറ്റ്ലാന്റയെ വിജയത്തിലേക്ക് എത്തിച്ചു എന്ന് പറയേണ്ടി വരും. നല്ല രീതിയിലുള്ള സപ്പോർട്ട് സ്കമാക്കയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ എഡേഴ്സൺ കൃത്യമായിട്ട് ബോൾ എത്തിച്ചു കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൺവേർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ആൻഡ് ക്ലിനിക്കൽ ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ് ലുക്മാന്റെ സൈഡിൽ നമ്മൾ കണ്ടത്. സെക്കൻഡ് ഗോളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾ കീപ്പർ ഡയറക്റ്റ് ആയിട്ട് ഒരു ബോള് കിക്ക് ചെയ്യുന്നു. മിഡ്ഫീൽഡിൽ നിന്ന് അവരുടെ ടീമിൽ തന്നെ ഒരു ഹെഡർ ഡയറക്റ്റ് ആയിട്ട് വരുന്നത് ലുക്മാന്റെ കാലിലേക്കാണ്. പുള്ളി 1-2 പേരെ ഡ്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് വരുന്നു. വളരെ ക്ലീൻ ആയിട്ടുള്ള സ്ട്രൈക്കാണ്. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കൃത്യമായിട്ടുള്ള ഫിനിഷിംഗ് ആണ് അറ്റ്ലാന്റയുടെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് മറക്കാനാവാത്ത ഒരു ദിവസമായിട്ട് ഈ ഒരു പെർഫോമൻസ് മാറി എന്ന് പറയേണ്ടി വരും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സാബി അലോൺസോയുടെ പിള്ളേര് സർപ്രൈസ് ചെയ്യാറുണ്ട്. ബുണ്ടേഴ്സ് ലീഗ വിജയിച്ചുകൊണ്ട് അത് ഉറപ്പായിട്ടും അവർ തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഗാസ്പെരിനി വളരെ കൃത്യമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ മത്സരത്തിലേക്ക് കൊണ്ടുവന്നത്. എസ്പെഷ്യലി അവരുടെ 1-to-1 മാർക്കിംഗ് ഒക്കെ പ്രീവിയസ് മത്സരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് 33% പൊസിഷൻ മാത്രമേ അറ്റ്ലാന്റിക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും അവർ 10 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 7 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി, 3 കിടിലം ഗോളുകൾ കൺവേർട്ട് ചെയ്യാനും ലുക്മാന് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു. അവർ ഡിസേർവ് ചെയ്ത ഒരു വിക്ടറിയാണ്. എനിക്ക് അടുത്ത സീസണിൽ 6 സിരിയ ടീമുകളാണ് UCL വരാൻ പോകുന്നത്. ഇതിൽ റോമ ഉൾപ്പെടും, അറ്റ്ലാന്റ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സിരിയയുടെ ഒരു വമ്പിച്ച മുന്നേറ്റമാണ് നമ്മൾ ഈ സീസണിൽ കാണുന്നത്. മികച്ച ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. എന്തായാലും ഗാസ്പെരിനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കപ്പ് അവരുടെ ടീമിനെ ഫുള്ളായിട്ട് എനർജൈസ് ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you so much for watching. Bye for now.